ഉള്ളത് ഇന്നത്തെ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങളല്ല പറയണ്ടേ. എന്താ ഉപയോഗിക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ കൂട്ടത്തിലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്ന് എന്താണ്? ഫോണ്. ഈ ഫോണ് നമുക്ക് എത്രമാത്രം ഈ സാധനം ഉപകാരമാണെന്നും ഏറ്റവും കൂടുതൽ ഉപദ്രവകാരിയാണെന്നും നമുക്കൊക്കെ അറിയാം. നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഫോൺ ഉപയോഗിക്കുന്നത് എത്ര സമയമായിരിക്കും? ഒരാൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്ന ആൾ ഏറ്റവും ബുദ്ധിമാനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഏറ്റവും കൂടുതൽ കൂട്ടത്തിൽ ആരോഗ്യം ഇതിലിപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നൊന്നുമല്ല, ചീത്ത പറയാനോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ സമയം ആരായിരിക്കും കൂട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക? 5 മണിക്കൂർ ഉപയോഗിക്കുന്നവരുണ്ടോ? ഇല്ല. 4 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ, എന്തായാലും 1 മണിക്കൂർ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഉറപ്പല്ലേ? ഇനി ഇതിൻ്റെ വേറൊരു വശം നമുക്ക് നോക്കാം. ഈ 1 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു മാസം കൊണ്ട് നമ്മൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? 30 മണിക്കൂർ. തെറ്റില്ലല്ലോ? 30 മണിക്കൂർ. നമുക്കൊരു ദിവസത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ടൈം എത്രയാണ്? അത് 24 മണിക്കൂർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രി. അപ്പോൾ നമ്മൾ രാത്രി നമ്മുടെ ശരീരത്തിൻ്റെ നല്ലൊരു ബേസിന് വേണ്ടി മാറ്റി വെക്കും. 12 മണിക്കൂർ നമുക്ക് എന്തായാലും പഠിക്കാനും ഇരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ 12 മണിക്കൂറിൽ നമ്മൾ 1 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 30 ദിവസമാണല്ലോ ഒരു മാസം എന്ന് പറയുന്നത്. 30 മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയം എത്രയാണ്? ഒരു മാസത്തിൽ നമ്മൾ എത്ര മണിക്കൂർ മൊബൈലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? 30 മണിക്കൂർ. അപ്പോൾ നേരത്തെ പറഞ്ഞ എ എന്ന് പറയുന്ന 12 മണിക്കൂറിന് 30നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സമയം പോയി? 2.5 ദിവസം. ശരിയല്ലേ? 12 + 6 30 മണിക്കൂർ. ഒരു മാസത്തിൽ നമ്മൾ 2.5 ദിവസം മൊബൈലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ അബാക്കസ് എത്ര ദിവസം? എത്ര ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നമ്മൾ മൊബൈലിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങൾ ഈ ഏറ്റവും എനർജി ഉള്ള ഒരു പ്രായം നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഇന്ന് നമുക്കൊരു കാര്യം, ഇപ്പോൾ അടുത്തൊരു IPS കിട്ടിയ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദിവസത്തിൽ 4 മണിക്കൂർ വെച്ച് 6 മാസം നിങ്ങളെ പ്രായക്കാർ അതിനുവേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 10 റാങ്കിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു IPS ഉദ്യോഗസ്ഥനാവാം. ഇനി IPSോ IFSോ എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗവൺമെൻറ് ജോബ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മളോട് ആര് എവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിച്ചാൽ പ്രൊഫഷണൽ ഏതായാലും ഗവൺമെൻറ് ജോബ് ആവണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ ഈ 1 മണിക്കൂർ എന്നുള്ളത് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് കുറയ്ക്കുക, 5 മിനിറ്റ് കുറയ്ക്കുക, 15 മിനിറ്റ് കുറയ്ക്കുക. ഇങ്ങനെയൊക്കെ കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് ഇതുപോലുള്ള മെറ്റീരിയലിലേക്ക് ഉപയോഗിക്കാം. ഒറ്റനോട്ടത്തിൽ നമുക്കൊക്കെ ഇതിനകത്ത് ഇത് സെറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അപ്പോൾ നിങ്ങൾക്കൊക്കെ പലപ്പോഴും ആഗ്രഹം വന്നിട്ടില്ല ഇതൊന്ന് ചെയ്ത് പഠിച്ചാൽ കൊള്ളാമെന്നുള്ളത്. നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മറീൻ്റെ IQ വല്ലാതെ വർദ്ധിക്കും. നമുക്ക് ടീച്ചർമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെ ശരീരത്തിന് 2 തലങ്ങളുണ്ട്. ഒന്ന് നമ്മൾ കാണുന്ന വിഷ്വലുകൾ സ്റ്റോർ ചെയ്യാനും, ഒന്ന് നമ്മളെ ജീവിതത്തിൽ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനും. നമ്മൾ കാണുന്ന വിഷ്വലിൽ കൂടെ പെട്ടതാണ് മൊബൈൽ. നമ്മളിപ്പോൾ കാണുന്നതെല്ലാം ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് കിട്ടുന്ന ഒരു അറിവാണ് ഈ B എന്ന് പറയുന്ന ഇത്. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നമ്മൾ തന്നെ നമ്മുടെ ജീവിതം നമ്മുടെ ശരീരം നന്നാക്കാൻ ശ്രമിക്കും. പലപ്പോഴും ഡോക്ടർമാർ പറയുന്നുണ്ട് എന്ത് അസുഖം വന്നാലും ഉറക്കമാണ് ഏറ്റവും നല്ല മെഡിസിൻ എന്ന്. അതുപോലെ നിങ്ങളെ ശരീരത്തെ നന്നാക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നിങ്ങളെ അറിവിനെ വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്കേ പറ്റുള്ളൂ. നമ്മളെല്ലാവരും യൂട്യൂബിൽ കൂടെ ഓരോന്ന് പ്രൊമോട്ട് ചെയ്ത് വിടുന്നത് എന്തിനാണ്? നമ്മളെ കഴിവ് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടല്ലേ. ഇത്തരം കഴിവുകൾ നമ്മൾ കാണാൻ വേണ്ടി നമ്മൾ മൊബൈലിനെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഴിവ് മറ്റുള്ളവർ മനസ്സിലാക്കാൻ നമുക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. നിങ്ങളെല്ലാവരും ഇന്നത്തെ ഇത് കണ്ടതിന് ശേഷം പരമാവധി ഇതുപോലുള്ള 1-2 ക്യൂബുകളൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ തിരിച്ചു കളിക്കും. നമ്മളെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി, നമ്മളെല്ലാ അസുഖങ്ങളും മാറുന്നത് ഈ ഭാഗങ്ങൾ കൂടിയാണെന്ന് ഇതിനെന്തോ തെറാപ്പിയുടെ പേരുണ്ട്, എനിക്കറിയില്ല. അവർ പറയും നമ്മളെ ഫിംഗർ ഉപയോഗിച്ച് കണ്ട് നമ്മൾ ഒരുവിധ അസുഖങ്ങളൊക്കെ മാറ്റാൻ. അതുപോലെ ഇതൊന്നും ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരട്ടെ. ബാക്കി ഒരു പറയും. അതിന് മുമ്പോടിയായിട്ട് ഇതിലുള്ള ഓരോ ബാച്ചിൽപ്പെട്ട കുട്ടികൾക്കും പരമാവധി ഷഫിൾ ചെയ്യുക. കാരണം നമ്മൾ